കാസിയോ ഡെസ്റ്റിമോണയെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഡെസ്റ്റിമോണ കാസിയോയെ സ്നേഹിക്കുക എന്നുള്ളതും സ്വാഭാവികവും വിശ്വസനീയവുമാണ്. എനിക്ക് അവനെ ഇഷ്ടമില്ലെങ്കിലും യോഗ്യനാണ്. സ്വാഭാവികമായി കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന, തീർച്ചയായും അവൻ ഡെസ്റ്റിമോണയ്ക്ക് ഏറ്റവും പറ്റിയ വരനാണെന്ന് തെളിയിക്കുകയും ചെയ്യും. കാമാർത്തി കൊണ്ടല്ലെങ്കിലും എനിക്കും അവളോട് സ്നേഹമുണ്ട്. എന്നാൽ കാമാർത്തി ഇല്ലെന്ന് എനിക്കങ്ങനെ ഭാവിക്കാൻ കഴിയില്ല. ഭാഗികമായിട്ടാണെങ്കിലും എന്റെ സ്നേഹത്തിൽ പ്രതികാരം ചെയ്യുന്നത്. കാരണം ഈ കാമപ്രാന്തം ദൂരന്റെ ഭാര്യയും അത് കിടന്നു എന്നുള്ളതാണ്. ആ ചിന്ത വായിൽ വിഷപ്പെട്ട് ചവയ്ക്കുന്നത് പോലെ എന്നെ അകറ്റുന്നുണ്ട്. ഞാനും അവന് തുല്യ ദുഃഖിതരാകുന്നത് വരെ ഞാൻ അടങ്ങുകയില്ല. ഭാര്യയ്ക്ക് പകരം ഭാര്യ, അത് പറ്റിയില്ലെങ്കിൽ നൂറിനെ ഞാൻ അസൂയയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടും. എത്ര വിധി പറഞ്ഞാലും എത്ര ചിന്തിച്ചാലും തീരാത്ത ആഴങ്ങളിലേക്ക്. എന്ത് ചെയ്യണം? കഴുത്തിൽ ഈയക്കെട്ട് വെച്ച് ഞാൻ വളർത്തുന്ന ഈ വെനീഷ്യൻ വേട്ടപ്പെട്ടി റോഡ്രിഗോ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ ആ കാസിയോയെയും ഞാൻ മലർത്തിയടിക്കും. മൂറിന്റെ ചെവിയിൽ ഞാൻ അവന്റെ വൈകൃത ചേഷ്ടകൾ ആവശ്യത്തിലധികം ഊതിക്കൊണ്ടേയിരിക്കും. കാരണം ഇക്കാര്യത്തിൽ ഞാൻ മൂന്നിന്റെ സ്നേഹം സമ്പാദിക്കും. അവനെ എനിക്ക് കടപ്പെട്ടാണ്. അവനിൽ നിന്ന് പ്രതിഫലവും സമ്പാദിക്കും. എന്തിനല്ലേ അവനെ അതിശയകരമായ രീതിയിൽ ഒരു കഴുതയാക്കുന്നത്. അവന്റെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കി ഭ്രാന്തരാക്കി മാറ്റുന്നത്. എല്ലാം ഈ തലയ്ക്കുള്ളിൽ അവ്യക്തമായിരിക്കുകയും വെളിയിൽ വന്നു കഴിഞ്ഞ് വഞ്ചനയുടെ രൂപം വ്യക്തമാവുകയുള്ളൂ.